ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിൽ വേങ്ങൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അല്ലേ? അതെ, ആയൂർ വേങ്ങൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ നമ്മുടെ മോഹനൻ ചേട്ടനോട് ഇപ്പോൾ ആണ് നിൽക്കുന്നത്. ഈ മോഹൻ ചേട്ടനെ നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും. അതായത് ചാനൽ 5 എന്ന് പറയുന്ന ഒരു സംരംഭം മുഖേന നിങ്ങളെല്ലാം ലോകം മൊത്തം അറിഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു ചേട്ടൻ ഈ 94 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഓഫീസുണ്ട് ചേട്ടന്. ആ ഓഫീസ് ചേട്ടൻ ഒരു തിയേറ്ററാക്കി മാറ്റിയേക്കും അല്ലേ? അതെ, തിയേറ്ററിന് അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളെല്ലാം അതിനകത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് ആക്കിയിരിക്കുകയാണ്. അപ്പം നമ്മളതൊന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ചേട്ടാ ഒന്ന് കാണാൻ പറ്റുമോ? പിന്നെന്താ, വരും. ഇത് സ്വിച്ച് കണ്ടോ? അത് സ്വിച്ച് ഞെക്കുന്നുണ്ടേ ഫിംഗർ ആണ് കേട്ടോ. അത് അതെ അതെ. ഒന്നുകൂടെ ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഫിംഗറല്ല, ചെറിയൊരു ബട്ടൺ. ഒന്നുകൂടെ ഒന്ന് കാണിക്കാൻ പറ്റുമോ? എന്നൊക്കെ സെറ്റപ്പാണ്. ഈ ഒരു കാർ ഇപ്പൊ ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് അമേരിക്കയിൽ പോലും ഇല്ല അല്ലേ, ജെയിംസ് ബോണ്ടിനെ പോലും ഇല്ല. ഈ ഒരു കാർ ഇവിടെ മാത്രമേ ഉള്ളൂ. നെക്കി കേട്ടാ, അതെ നെക്കി ഡോറ് തുറന്നു കയറി കേട്ടാ. എന്റെ ചേട്ടാ ഇത് ലുലു പോലും ഇല്ല കേട്ടോ ഇത്ര സെറ്റപ്പ്. ഇതാണ് ഈ ചേട്ടന്റെ ഓഫീസ് എന്ന് പറഞ്ഞ ആ ചെറിയൊരു ഫ്ലോറ്. ഈ ഒരു ഫ്ലോറാണ് ചേട്ടൻ തിയേറ്റർ ആക്കി മാറ്റിയേക്കുന്നത്. ഭയങ്കര കേട്ടോ, ഭയങ്കര. കൈയൊന്ന് കാണിച്ച് കൈ. അപ്പൊ ചേട്ടാ ഇവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറയാം. പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ഥലക്കുറവാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അല്ലേ? ഇരുന്നോ, ഇതാണ്. അത് നമുക്ക് സീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 17 പേർക്കോളം ഇരിക്കാവുന്ന രീതിയിലാണ് ഈ സീറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ സീറ്റ് ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ആരെങ്കിലും വന്നിട്ട് ചായ കുടിക്കാനോ അങ്ങനെയൊക്കെ ഉള്ള ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഒരു ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ടേബിളോ? അതെ, ഇവിടോ? അതെ, ഒരു ടേബിൾ. ടേബിൾ അതാ ഒന്ന്, ഇതൊരു തറയല്ലേ? ഇവിടെ ടേബിൾ ഉണ്ട്. അതെ, ടേബിള് വന്നോ ഭൂമിക്കടിയുന്ന. അപ്പോൾ ഇത് ടേബിളായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതിനകത്ത് ലോക്കർ ഫെസിലിറ്റി ഉണ്ട്. നമ്മൾ എന്തെങ്കിലും സാധനം സൂക്ഷിച്ച് വെക്കാം, അതിനുള്ള അറയൊക്കെ ഉണ്ട്. എവിടെ ഉണ്ട്? ഇതിനകത്തോട്ട് അറയുണ്ട്. പിന്നെ ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം 2 പേർ കൂടി ഇതിനകത്ത് ഇരിക്കുകയും ചെയ്യാം അല്ലേ? അതെ. ഗ്ലാസ് പൊട്ടിപ്പോവോ? ഇല്ല പൊട്ടത്തില്ലല്ലേ? അപ്പോൾ 2 പേര്, ഞങ്ങൾ 2 പേര് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഈ സംഭവമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മോഹൻ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. തീർച്ചയായിട്ടും. അപ്പൊ വേറെന്താ ചേട്ടാ ഇതിന്റെ പ്രത്യേകത ഈ തിയേറ്ററിന്റെ? പിന്നെ ഇനി ടേബിൾ റിലീസ് ചെയ്യാണ്. ഭൂമിക്കടിയിലേക്ക് പോകുന്നുണ്ടോ ടേബിള്? കണ്ടാ, അതാണ് അതങ്ങനെ ലോക്ക് ചെയ്ത്. ഒരാൾക്കും അറിയത്തില്ല കേട്ടോ. ഒരാൾക്ക് വേണേ ഇതിനകത്ത് വേണേ പാത്തൊക്കെ ഇരിക്കാം കേട്ടോ. ഒരു കുഴപ്പമില്ല കേട്ടോ. ഒരു ലോക്കറൊക്കെ ഉണ്ട്, അതിനകത്ത് ഇരിക്കാം, ഒരു കുഴപ്പമില്ല. പോലീസിനെയൊക്കെ പേടിച്ച് ഇവിടെ വന്ന് വേണേ ഇരിക്കാം അല്ലേ? കൗണ്ടർ ഇപ്പൊ ഹൈഡ് ചെയ്ത് കാണിക്കാന്ന് പറഞ്ഞേ. ദേ പോകും. ഇത് വെളിയിൽ പോമോ? അങ്ങ് പോമോ? ഇല്ല, അതെല്ലാം കവറിങ് ആണ്. അത് വാട്ടർ പ്രൂഫ് രീതി കവറിങ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇത് നമ്മൾ ഇത് നമ്മൾ പിന്നെ മോട്ടറുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടില്ല. അങ്ങനെയും ചെയ്യാം. നമുക്കത് മോട്ടർ ഡ്രൈവ് അല്ല മോട്ടർ പിന്നെ സ്വിച്ച് വഴിയാക്കാം, മൊബൈൽ ഫോൺ ഇത് കൺട്രോൾ ചെയ്യാം. അത് രീതിയിലൊക്കെയാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇവിടെ മോണിറ്റർ വെച്ചിരിക്കുന്നത് തന്നെ അതിന് അത്രയും സ്പേസ് എന്ന് പറഞ്ഞാൽ വെറും ആ സ്പേസ് പോകാത്ത രീതിയിലാണ് അതിനൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ടോ? ചെറിയ സ്റ്റാൻഡ് കൊടുത്തിട്ട് എങ്ങോട്ട് വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇളവിയൊന്നും പോകത്തില്ല. ഇതിനകത്തൊരു ഊഞ്ഞാല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഊഞ്ഞാലാടണമെങ്കിൽ ഇത്തിരി സ്ഥലം വേണ്ടേ, അതുകൊണ്ടാണ് ഇതിന് ഈ ഒരു ഊഞ്ഞാലും ഉണ്ട്. ഊഞ്ഞാല് കാണിക്കാം. ഊഞ്ഞാലോ? അതെ, ആകാശത്തുനിന്ന് ഊഞ്ഞാല് വരുന്നത്. ചേട്ടാ ഒന്നുകൂടെ ഇറക്കി കാണിക്കാമോ? കാണിക്കാം. അപ്പൊ ഞാൻ ഇതിനകത്തുനിന്നിട്ട് ഒന്ന് ആടി കാണിക്കാം ആദ്യം. അപ്പം ഇതിന്റെ ഒരു മറ്റൊരു പ്രത്യേകത ഉണ്ട്. ഈ ഊഞ്ഞാലിന് ഒരു പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന ആളുടെ വെയിറ്റിനനുസരിച്ച് ഇതിനകത്ത് ഒരു അപ്പ് ആൻഡ് ഡൗൺ ഒരു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രഷറാണ്. അതെ, ആ രീതിയിലാണ് ഇതിന്റെ ഒരു മെക്കാനിസം. കണ്ടോ? അപ്പോൾ ഇങ്ങനെ ഒരു അപ്പ് ആൻഡ് ഡൗൺ ഭയങ്കര ആക്ഷൻ ഉണ്ട്. അതെ. അപ്പൊ ഇങ്ങനെ ആടുന്ന കൂട്ടത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ ഒരു ഫീല് വരുമ്പോൾ വലിയ ഊഞ്ഞാലിൽ ആടുന്ന ഒരു എഫക്ട് കിട്ടും നമുക്ക് കേട്ടോ. മനസ്സിലായി? അതായത് ഇങ്ങനെ ആടുമ്പോൾ ഒരു അപ്പ് ആൻഡ് ഡൗൺ ഫീൽ ചെയ്യുമ്പോൾ വലിയൊരു ഊഞ്ഞാൽ. അതുപോലെ നമ്മളിപ്പോ ഇങ്ങനെ ഒന്ന് ആടിക്കഴിഞ്ഞാൽ ആ ആട്ടം ഒരുപാട് പിന്നെ വന്നിട്ട അത് തന്നെ കുറേ സമയം അതെ ഇരിക്കും. കാരണം ഈ ഒരു മെക്കാനിസം അതാണ്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരു ബട്ടൺ ഞെക്കിയാൽ മതി, ഇതങ്ങ് കയറി പൊക്കോളും. ഏത് ബട്ടണാ? ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. സാധനം പോകുന്ന പോക്കുണ്ടോ? ഞാനൊന്ന് ആടിക്കോട്ടെ. ശരി, അപ്പൊ ഞാൻ ഈ പറഞ്ഞതെല്ലാം ശരിയാണോ എന്നും മനസ്സിലാക്കാല്ലേ? പിന്നെ എടുക്കാൻ മാത്രമേ പാടുള്ളൂ. ഇതുണ്ടോ ചേട്ടൻ്റെ ഇവിടുത്തെ ഊഞ്ഞാല് നമ്മൾ നാടുകണ്ട.
ഈ വെയിറ്റിനനുസരിച്ച് ഈ സാധനം താഴോട്ടും മേലോട്ടുമായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഭയങ്കര ഒരു 96 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ഊഞ്ഞാലാണ്. 85 കിലോ ഉള്ള ഞാനാണ് ഈ ഊഞ്ഞാലെ ആടുന്നത്. നിങ്ങൾ ഓർത്തോളം കേട്ടോ, 85 കിലോ. ചേട്ടാ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, എന്തായാലും ചേട്ടൻ അടിപൊളി ഒരു തിയേറ്റർ ഉണ്ടാക്കി, അതിലൊരു ഊഞ്ഞാല്, ടേബിൾ എല്ലാം സെറ്റപ്പ്, അടിയുന്ന് ഭൂമിക്കടിയുന്ന് വരെയും ടേബിൾ കയറി ടേബിളും അങ്ങോട്ടങ്ങ് പോവാ, തെള്ളിയാൻ കളയാ. ഇതെല്ലാം നമുക്ക് മോട്ടോർ ഡ്രൈവ് ഇത്രയും ചെയ്താലും ഇത്രയും ഒരു ലുലുവിൽ ഇത്രയും സെറ്റപ്പ് ഇല്ല. ലുലുവിന്റെ തിയേറ്ററിൽ ഞാൻ പോയിട്ടില്ല, ഇത്രയും സെറ്റപ്പ് ഇല്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, രണ്ടെണ്ണം അടിക്കാൻ അതിലുണ്ടോ? നല്ല ആംബിയൻസ് ആണ് ഇവിടെ, ഈ ഒരു ഫീൽഡിലൊക്കെ ഈ ഊഞ്ഞാലൊക്കെ ആടിക്കൊണ്ട് രണ്ടെണ്ണം അടിക്കാനുള്ള വകുപ്പ് വല്ലതും ഉണ്ടോ? അതുകൊണ്ട് ഇതിനകത്തൊരു ഒരു മിനി ബാർ സെറ്റപ്പും ഉണ്ട്. ഇതിനകത്ത് അതുകൊണ്ട് മിനി ബാർ. കാണാം, അവിടെ കാണിച്ചു തന്നെ. അതാണ് നമുക്ക് ആദ്യമേ കണ്ടത്, മിനി ബാർ നമ്മൾ കാണാൻ പോകട്ടോ. വേണ്ടതേ ഒരു ട്രേ ഇറങ്ങി വന്നു, വാഷ് ബേസിൻ. പിന്നെ നമുക്ക് തണുത്തുള്ള ചൂടുള്ള ഏത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് എടുക്കാം. ഏത് വേണമെങ്കിലും ഇതിനകത്ത് നമുക്ക് കിട്ടും കേട്ടോ. നമ്മുടെ വേണമെങ്കിൽ കുറച്ച് നേരത്തെ ഓണാക്കിയിട്ടിരുന്നാൽ തണുത്തുള്ള കിട്ടിയേനെ. അപ്പം പിന്നെ കുപ്പി വെക്കാനുള്ള ഫെസിലിറ്റി, കുപ്പി ഗ്ലാസ്സുകളെല്ലാം വെക്കാം. പിന്നെ അത്യാവശ്യം സോഡ അടിക്കാം. ഇതെല്ലാം എല്ലാ സംവിധാനവും അടിപൊളിയാണ് കേട്ടോ, അടിപൊളി. ഭയങ്കര കഴിവ് തന്നെ കേട്ടോ, ഭയങ്കര കഴിവ് തന്നെ. ബാറായി, ഊഞ്ഞാലായി, ടേബിളായി എന്ന് വേണ്ട എല്ലാം അടിപൊളിയായി കേട്ടോ, ഒരു രക്ഷയില്ല. ചേട്ടൻ ഓണാക്കാൻ പോണ. ഇപ്പം പ്രൊജക്ടർ ഒന്നും അതിനകത്തില്ല, ഇനി പ്രൊജക്ടർ വരും. ക്യാമറ അങ്ങോട്ട് പോട്ടെ, പ്രൊജക്ടർ ഇറങ്ങി വരുന്നുണ്ട് കണ്ടോ. ഓ വാട്ട് എ വാവ്, പ്രൊജക്ടർ ഇറങ്ങി വന്നു. ഇനി സ്ക്രീൻ തന്നെ ഇങ്ങോട്ട് തിരിച്ച്. സ്ക്രീൻ വന്നു. അപ്പോൾ ഇത് നമ്മളിപ്പോൾ കണ്ടതെന്ന് പറഞ്ഞാൽ 4K 3D പ്രൊജക്ടറാണ്. പിന്നെ അതല്ലാതെ നമ്മൾ പഴയ മോഡൽ പ്രൊജക്ടറുണ്ട്, സിനിമ പ്രൊജക്ടറുണ്ട്. ഇതാണ് പഴയ മോഡൽ സിനിമ പ്രൊജക്ടർ. ഇത് എന്നെക്കാളും പ്രായമുള്ള പ്രൊജക്ടറാണ്. ഇതാണ്ട് 8mm, എന്നെക്കാളും പ്രായമുള്ള പ്രൊജക്ടറാണ്. 8mm ഫിലിം പ്രൊജക്ടർ. അതുകൊണ്ട് ഇതാണ് അതിൻ്റെ ഫിലിം. എല്ലാം വർക്കിംഗ് ആണ്. ഇല്ല, ഞാൻ ഇത് വർക്കിംഗ്, അതായത് ഡെഡ് കണ്ടീഷനിൽ വാങ്ങിച്ചാണ്. ഞാൻ അതിനകത്ത് പാർട്സുകൾ പലതും ഇല്ലായിരുന്നു, അതെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ട് എല്ലാം വർക്കിംഗ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ പഴയ ഒരുപാട് കളക്ഷൻസ് ഉണ്ടല്ലോ കേട്ടോ. കളക്ഷൻസ് വേറെ ഒന്നുമല്ല, എനിക്ക് ഇലക്ട്രോണിക്സും വാച്ചിൻ്റെ പിന്നെ വാച്ച്, പിന്നെ ക്യാമറ റിപ്പയറിംഗ് ആയിരുന്നു എൻ്റെ പ്രൊഫഷൻ, അതായിരുന്നു. അപ്പം ഞാൻ ഇത് പണ്ടത്തെ ഫിലിം ഇടുന്ന ക്യാമറയാണ്. അപ്പോൾ ഇതെല്ലാം പ്രൊഫഷണൽ ക്യാമറയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇഷ്ടംപോലെ റിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഞാൻ വെച്ചിരിക്കുകയാണ്. കാരണം ഇതുവരത്തേക്ക് 100 കണക്കിന് ക്യാമറ ഞാൻ റിപ്പയർ ചെയ്ത് കൊടുത്തിട്ടാണ്. അതുപോലെ പണ്ടത്തെ വീഡിയോ ക്യാമറ, അതുപോലെ ഈ മ്യൂസിക് സിസ്റ്റം, ഇതെല്ലാം ഈ സാധനങ്ങളെല്ലാം നമ്മൾ എല്ലാം റിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പോഴും അതിൻ്റെ റിപ്പയറിംഗ് ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ പാർട്സുകളൊന്നും പലതും ഇപ്പോൾ കിട്ടത്തില്ല. അപ്പം കിട്ടാത്ത സാധനം ഞാൻ ഉണ്ടാക്കിയിട്ടാണ് ഇതെല്ലാം വർക്കിംഗ് ആക്കി വെച്ചിരിക്കുന്നത്. കിട്ടാത്ത സാധനം നമ്മൾ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അല്ല, ഇതിനകത്ത് 1-2 പച്ചക്കറൊന്നും ഇല്ലായിരുന്നു, വീലുകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടാണ് അത് ശരിയാക്കി. അതുപോലെ സിനിമ പ്രൊജക്ടറിനകത്ത്, പിന്നെ ആ പഴയ മോഡൽ സിനിമ പ്രൊജക്ടറിനകത്ത് 2-3 സാധനങ്ങളൊന്നും പാർട്സുകളൊന്നും ഇല്ലായിരുന്നു. ആ ഇല്ലാത്ത സാധനം ഞാൻ ഉണ്ടാക്കിയിട്ടാണ് അത് ചാലുവാക്കിയിരിക്കുന്നത്. എല്ലാം വർക്കിംഗ് ആണ് ഇരിക്കുന്നത്. അതുപോലെ പണ്ടത്തെ റെക്കോർഡ് പ്ലെയർ, നമ്മുടെ ടേപ്പ് റെക്കോർഡർ, പണ്ടത്തെ ടേപ്പ് റെക്കോർഡറാണിത്, സ്കൂൾ ടൈപ്പ്. ഇതെല്ലാം ചാലുവാണ്. ഇതും അതുപോലെ തന്നെ പിന്നെ പാർട്സുകൾ ഇല്ലാത്തത് ഞാൻ വീലുകളൊക്കെ ഉണ്ടാക്കിയിട്ട് റിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ മോഹനൻ ചേട്ടന്റെ 94 സ്ക്വയർ ഫീറ്റ് ഉള്ള ചെറിയ ഓഫീസറും തിയേറ്റർ മാത്രമല്ല, ഇവിടെ മൊത്തം സെറ്റപ്പാ, അത്ഭുത ലോകമാണ് കേട്ടോ. അതുപോലെ തന്നെ 3D ഉണ്ടല്ലേ? 3D ഉണ്ട്, 3D 4K 4K എല്ലാം ഭയങ്കര ക്വാളിറ്റി. പാട്ടൊക്കെ കേൾക്കണം കേട്ടോ, എന്നെ ഇടിയാന്നറിയാവോ. അപ്പം ഈ ചേട്ടന്റെ വിശേഷമാണ് ഇത്രയും നേരം നമ്മള് നിങ്ങളിൽ എത്തിച്ചോണ്ടിരുന്നത്. ഓക്കെ കേട്ടോ, താങ്ക് യു.